പ്രഖ്യാപനവുമായി ഇന്ത്യൻ റെയിൽവേ. എല്ലാ പുതിയ ബോഗികളിലും ഓട്ടോമാറ്റിക് ഡോർ ക്ലോസിംഗ് സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. മുംബൈയിലെ സബർബൻ ശൃംഖലയ്ക്കായി നിർമ്മിക്കുന്ന ബോഗികളിലാണ് ഓട്ടോമാറ്റിക് ഡോർ ക്ലോസിംഗ് സംവിധാനം ഒരുക്കുക. ഓടുന്ന ട്രെയിനുകളിൽ നിന്ന് യാത്രക്കാർ വീഴുന്നത് തടയാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി. ബുധനാഴ്ച രാവിലെ താനെ ജില്ലയിലെ ദിവയ്ക്കും മുംബ്ര സ്റ്റേഷനുകൾക്കുമിടയിലുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രഖ്യാപനമുണ്ടായത്. മുംബൈയിലെ തിരക്കേറിയ ലോക്കൽ ട്രെയിനുകളിൽ തുറന്ന വാതിലുകൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ തടയുന്നതിനും സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനുമാണ് റെയിൽവേയുടെ നീക്കം ലക്ഷ്യമിടുന്നത്. മുംബൈ സബർബൻ ശൃംഖലയിൽ നിലവിൽ സർവീസ് നടത്തുന്ന എല്ലാ റെയിലുകളും പുനർ രൂപകൽപ്പന ചെയ്യുമെന്നും റെയിൽവേ ബോർഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മുംബൈ സബർബനിലെ നിലവിലുള്ള റെയിലുകളിൽ വാതിലടക്കൽ സൗകര്യം നൽകുമെന്നും ബോർഡ് കൂട്ടിച്ചേർത്തു. എന്നാൽ ട്രെയിനിനെ ആശ്രയിക്കുന്ന ജനസംഖ്യയ്ക്ക് ആനുപാതികമായി ട്രെയിനുകൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ റെയിൽവേ പുതിയ തീരുമാനമെടുത്തിട്ടില്ല. അതേസമയം തിങ്കളാഴ്ച രാവിലെയാണ് താനെ ജില്ലയിലെ ദിവയ്ക്കും മുംബ്ര സ്റ്റേഷനുകൾക്കുമിടയിൽ തിരക്കേറിയ ലോക്കൽ ട്രെയിനിൽ നിന്ന് വീണ് 5 യാത്രക്കാർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. രാവിലെ 9:30 എതിർദിശകളിലേക്ക് പോകുകയായിരുന്ന 2 ട്രെയിനുകൾ പരസ്പരം മുറിച്ചു കടന്നപ്പോഴാണ് സംഭവം. 2 ട്രെയിനുകളുടെയും ഫുട്ബോർഡുകളിൽ നിന്നിരുന്ന യാത്രക്കാർ ക്രോസിംഗിനിടെ കൂട്ടിയിടിച്ചതിനെ തുടർന്ന് പലരും ബാലൻസ് നഷ്ടപ്പെട്ട് താഴേക്ക് പതിക്കുകയായിരുന്നു. 8 യാത്രക്കാർ വീണതായും 5 പേർ സമീപത്തുള്ള ആശുപത്രികളിൽ എത്തിക്കുമ്പോഴേക്കും മരിച്ചതായും മറ്റുള്ളവർക്ക് പരിക്കേറ്റതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രാഥമിക അന്വേഷണത്തിൽ 13 യാത്രക്കാർ വീണതായി കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അന്വേഷണം പുരോഗമിക്കുന്നതിനനുസരിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗിൽ മാറ്റം വരുത്താൻ ഇന്ത്യൻ റെയിൽവേ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. അത്യാവശ്യക്കാർക്ക് പലർക്കും ടിക്കറ്റ് ലഭിക്കാത്ത സ്ഥിതി ഒഴിവാക്കുന്നതിനായി ഈ ആധാർ ഒതന്റിക്കേഷനാണ് നിർബന്ധമാക്കുന്നത്. IRCTC പോർട്ടൽ വഴി തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് ഈ മാസം അവസാനം മുതൽ ഇത് നിർബന്ധമാകും. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും ജൂൺ ആദ്യവാരം ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. തത്കാൽ ടിക്കറ്റ് ബുക്കിംഗിനായി ഈ ആധാർ ഉടൻ കൊണ്ടുവരുമെന്നും ഇത് യാത്രക്കാർക്ക് സഹായകരമാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് എന്നുമായിരുന്നു സമൂഹമാധ്യമമായ എക്സിൽ മന്ത്രി കുറിച്ചത്. ട്രാവൽ ഏജൻസികളും ചില സ്ഥാപനങ്ങളും കൂട്ടത്തോടെ തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനാൽ അത്യാവശ്യക്കാരായ നിരവധി പേർക്ക് ടിക്കറ്റ് ലഭിക്കുന്നില്ലെന്ന പരാതി വ്യാപകമായി ഉയർന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് റെയിൽവേയുടെ നടപടി. ആധാർ ഒതന്റിക്കേഷൻ നിലവിൽ വരുന്നതോടെ IRCTC വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ആധാർ നമ്പരും നൽകേണ്ടി വരും. പേരും വയസ്സും സീറ്റും ഏതാണ് വേണ്ടത് എന്നതുൾപ്പെടെയുള്ള പ്രാഥമിക വിവരങ്ങളാണ് ഇതിനുവേണ്ടി നൽകേണ്ടി വരുന്നത്. യാത്ര പുറപ്പെടുന്നതിന് അരമണിക്കൂർ മുൻപ് വരെ കൺഫേം ആയ തത്കാൽ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യാം. എന്നാൽ റീഫണ്ട് ലഭ്യമാകില്ല. തത്കാൽ വെയിറ്റിംഗ് ലിസ്റ്റിലാണെങ്കിൽ പണം തിരികെ അക്കൗണ്ടിലെത്തും. യാത്ര ചെയ്യാൻ സാധിക്കില്ല. RAC വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ടിക്കറ്റുകൾ ഓൺലൈനായി ക്യാൻസൽ ചെയ്യാം. റെയിൽവേ നിബന്ധനകൾ പ്രകാരമുള്ള തുക തിരികെ ലഭിക്കും. സെക്കൻഡ് ക്ലാസ് ടിക്കറ്റുകൾക്ക് ടിക്കറ്റിന്റെ അടിസ്ഥാന വിലയുടെ 10%, മറ്റു ക്ലാസുകൾക്ക് അടിസ്ഥാന വിലയുടെ 30% ഉയർന്ന നിരക്കാണ് തത്കാൽ ടിക്കറ്റിനായി ഈടാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.